ഹലോ ഗായ്സ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂസ് ആണ് ലൂസിഫർ അതിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള എമ്പുരാൻ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് റിയൽ ആണോ? ഇത് ഒരിക്കലും റിയൽ അല്ല ഗൈസ്. 2 ദിവസം കൂടെ കഴിയുന്നതോടെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ എമ്പുരാൻ ഇസ് ലൂസിഫറിന്റെ പകുതി പോലും ഇല്ല എന്ന്. 2 ദിവസത്തെ ഷോയ്ക്ക് കൊണ്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ആദ്യത്തെ ഈ റിവ്യൂ കേട്ടിട്ട് നിങ്ങൾ അതൊരു തീരുമാനം എടുക്കരുത്. വെയിറ്റ് ചെയ്യുക. ലൈക്ക് പിന്മാറിയതിന്റെ റീസൺ നമുക്കറിയാം. ലൈക്ക പടമെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് വരുന്നു, ദിസ് ഈസ് വാട്ട് ഐ മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ലൈക്കിനൊക്കെ പടം കണ്ട് കാണിക്കുന്നു. ലൈക്ക് പറയുന്നു, എന്റെ പടങ്ങൾ 5-6 മാസമായിട്ട് മുഴുവൻ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, 1-2 വർഷമായിട്ട് എന്റെ പടം മുഴുവൻ പൊട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഇതും പൊട്ടാൻ പോകുന്നതെന്ന് എനിക്ക് ഇപ്പം തന്നെ മനസ്സിലായി. കാരണം ഞാൻ ഒരുപാട് പൊട്ടിയ പടങ്ങൾ കണ്ട് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എനിക്കറിയാമെന്ന് പറയുന്നു. എന്നിട്ട് ലൈക്ക് പറയുന്നു, ഞാൻ ഈ പടത്തിൽ നിന്ന് പിന്മാറുന്നു പറയുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ഗോപാൽജി വരുന്നു. ഗോപാൽജി പറയുന്നു, എനിക്ക് കുറച്ച് കള്ളപ്പണം വെളുപ്പിക്കാനുണ്ടെന്നാണ് കുറെ ഓൺലൈൻ മീഡിയക്കാരൊക്കെ പറയുന്നത്, സോ ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ആ പൈസ അവിടെ കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എമ്പുരാന്റെ ഒരു അവസ്ഥ ഇരിക്കുന്നത്. വളരെ നെഗറ്റീവ് റിവ്യൂ ആണ് എമ്പുരാൻ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ എനിക്ക് തോന്നുന്നത് വരും ദിവസങ്ങളിൽ നെഗറ്റീവ് റിവ്യൂസ് കൂടും. പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ കൊള്ളാമായിരുന്നു, പക്ഷേ സ്റ്റോറി ഇല്ലാത്തതിന്റെ പേരിലാണ് ഈ പടം പൊട്ടാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ഒരു തിങ്കളാഴ്ച കഴിയുന്നതോടെ തന്നെ, അതായത് നവംബർ അല്ലാത്ത ഏപ്രിൽ 1 തന്നെ, അല്ലെങ്കിൽ ഏപ്രിൽ 31 തന്നെ ഈ പടത്തിന്റെ തിയേറ്റർ വരവ് ഏകദേശം നിൽക്കാനാണ് പോകുന്നത്. പിന്നെ ഇതൊരിക്കലും ഒരു പാൻ ഇന്ത്യ പടം എന്ന് പറയാൻ പോലും നമുക്ക് പറ്റില്ല. കാരണം ഇത് പാൻ ഇന്ത്യ ആക്കാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ കണ്ടന്റ്സ് ഇതിനകത്ത് കുറെ ഇന്റർനാഷണലിൽ പോയിട്ട് കുറെ ഷൂട്ട് ചെയ്യുന്ന വെച്ചുകൊണ്ട് ഇന്റർനാഷണൽ കണ്ടന്റ് ആകുമോ? പാൻ ഇന്ത്യ എന്ന് പറയാൻ വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യൻസിനെ ഒന്നും ടച്ച് ചെയ്യുന്ന ഒരു രീതിയിലും വലിയ കാര്യങ്ങളൊന്നും ഇല്ല. ചുമ്മാ ബജരംഗ ദളിനെ കുറെ കുറ്റം പറയുന്നു, കേരളത്തിലെ പൊളിറ്റിക്കൽ പാർട്ടീനെ കുറെ കുറ്റം പറയുന്നു. ഇതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ പടം കാണാൻ കയറുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സോ ഇറ്റ് വാസ് വെരി മച്ച് ഡിസപ്പോയിന്റിംഗ് ഫിലിമാണ് എമ്പുരാൻ 2 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ എമ്പുരാൻ 3 ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, L3 ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. L3 എന്ന് പറയുന്നതും ഇനി L3യുടെ ഒരു ആവശ്യമില്ല. കാരണം ഒന്നുമില്ല, L2ൽ ഒന്നും ഇല്ല. ഇനിയിപ്പോ എന്തിനാണ് ചുമ്മാ L3 എടുത്തിട്ട് വീണ്ടും ഇതേ സീക്വൻസിൽ തന്നെ പടം എടുത്ത് പോകുന്നത്? സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി വേസ്റ്റ്. കുറെ കാശ് അവർ ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പടം കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷെ ഇതെല്ലാം ഒരു അൺവാണ്ടഡ്, അൺനെസസറി ആയിട്ടാണ് കാശ് ഇട്ടേക്കുന്നത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. സോ വെരി മച്ച് ഡിസപ്പോയിന്റഡ്. ഇപ്പം ഭയങ്കര പോസിറ്റീവ് റിവ്യൂ വരുന്നുണ്ട്. അത് ഇപ്പൊ ഈ സിനിമയ്ക്കെതിരെ ഇത്രയും മുതൽ മുടക്കി എടുത്ത ഒരു സിനിമയ്ക്കെതിരെ നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ണിച്ചൊറയില്ലടോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നതുകൊണ്ടാണ് ഈ ഷസാമും അശ്വൻ കോക്കും പോലുള്ള പ്രമുഖ റിവ്യൂവേഴ്സ് എല്ലാം ഇതിന് പോസിറ്റീവ് കൊടുക്കുന്നത്. പക്ഷെ ആക്ച്വലി പ്രേക്ഷകർ തന്നെ 2 ദിവസം കഴിയുമ്പോൾ പറയും ഇതൊരു പൊട്ടപ്പടമായിരുന്നു എന്ന്. ഇതിനകത്ത് ഒരു സ്റ്റോറിയിൽ, ഒരു കഥയിൽ ചുമ്മാ കുറെ വർഗീയതയും വില്ലൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രസമില്ലാത്ത വില്ലനും നായകയില്ല. പിന്നെ റഫ് താറാ നാച്ച് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നല്ല പാട്ടൊക്കെ ലൂസിഫറിലുണ്ടായിരുന്നു. ഇത് അതുപോലത്തെ ഒരു നല്ല പാട്ട് പോലും എടുത്ത് പറയാനില്ല, ഒന്നുമില്ല മൊത്തം പറഞ്ഞാല്. പിന്നെ എങ്ങനെയാണ് ഈ സിനിമയ്ക്കൊക്കെ ഇത്രയും പോസിറ്റീവ് റെസ്പോൺസ് ഇപ്പോൾ ആൾക്കാർ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഒന്നുമില്ല, സ്റ്റോറി ഒന്നും ഇല്ല. കുറച്ച് മോഹൻലാലിന്റെ ചെരിഞ്ഞുള്ള നടത്തവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതിനകത്ത് ഒന്നും ഇല്ല. இந்த படத்திலே ஒண்ணுமே கிடைக்காது. ஆனா கொஞ்சம் கொஞ்சம் லாலேட்டன் ഫാൻസുക്കിട്ട് மட்டும் இந்த படம் கொஞ்சம் கொஞ்சம் ഇഷ്ടപ്പെടുവാണ്. ஆனா നോർമൽ മലയാളിത്തക്കിട്ട് இந்த പടത്തിലെ ഒന്നുമേ ഇല്ലാച്ച്. ആന ഫാമിലി പ്രേക്ഷകർക്കൊന്നും ഇത് കണക്ട് ആവുമെന്ന് എനിക്ക് തോന്നുന്നേ ഇല്ല. ചുമ്മാ ഇവിടെ കിടക്കുന്ന CPM-നെ കുറെ കുറ്റം പറയുന്നു, BJP-നെ കുറെ കുറ്റം പറയുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. നത്തിങ്. ഇന്ദ്രജിത്തൊക്കെ എന്തൊക്കെയോ ചെയ്തിട്ട് ഫസ്റ്റ് ഹാഫിൽ പോകും, പൃഥ്വിരാജ് എന്തൊക്കെയോ ചെയ്തിട്ട് സെക്കൻഡ് ഹാഫിലും പോകും. എന്നിട്ട് പൃഥ്വിരാജിന്റെ അപ്പനെ കൊന്നതിന്റെ പ്രതികാരമാണ് പടത്തിന്റെ അവസാനം നടക്കുന്നത്. എന്നിട്ട് ആ വില്ലനാണെങ്കിൽ മനസ്സിലാവുന്നില്ല, ഇയാളൊക്കെ വന്നിട്ട് എന്തിനാണ് എന്നെ കൊല്ലുന്നത്, അറിയ മലബാർ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ക്ലൈമാക്സിൽ. പക്ഷെ എനിവേ വെരി മച്ച് ഡിസപ്പോയിന്റഡ്. എന്റെ ഇതേപോലത്തെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ ബൈ.